ട്രാവൽ ഇവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും കുടജാദ്രി മലയിലേക്കുള്ള ഒരു യാത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. മറിച്ച് അവിടെ കണ്ട ഈ ദീപസ്തംഭത്തിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ആദിശങ്കരനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹമുള്ള ഈ ക്ഷേത്രത്തിലെത്തുന്ന ആരെയും ആദ്യം ആകർഷിക്കുന്നത് ക്ഷേത്രത്തിന് മുൻപിലുള്ള ഈ ഉയരമുള്ള ദീപസ്തംഭം തന്നെയാണ്. ക്ഷേത്രമുറ്റത്തെ ഉയരമുള്ള കൊടിമരത്തോടൊപ്പം തന്നെ ഉയർന്നു നിൽക്കുന്ന സഹസ്രാരമായ ഈ ദീപസ്തംഭം നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുന്ന കുണ്ടലിനിയുടെ പ്രതീകം തന്നെയാണ്. പിണ്ടാണ്ടത്തിലുള്ളതെല്ലാം ബ്രഹ്മാണ്ടത്തിലുമുണ്ട്, അഥവാ ബ്രഹ്മാണ്ടത്തിലുള്ളതെല്ലാം പിണ്ടാണ്ടത്തിലുമുണ്ട് എന്ന തത്വചിന്തയെ ഉണർത്തുന്നതാണ് ഈ മനോഹരമായ ദീപസ്തംഭം. ഈ സ്തംഭത്തിന് ഏറ്റവും താഴെയായി കൂർമ്മപീഠവും അതിനു മുകളിലായി അഷ്ടഗജങ്ങളും നാഗങ്ങളും അതിനു മുകളിലായി മൂലാധാരത്തിൻ്റെ പ്രതീകമായ ഗണപതിയുമാണുള്ളത്. അതിനു മുകളിലായി സഹസ്രപത്മത്തിൻ്റെ പ്രതീകമായ ദീപം തെളിയിക്കുന്നത് മോക്ഷത്തിൻ്റെ പ്രതീകമായാണ് കാണുന്നത്. ഹിന്ദു വിശ്വാസമനുസരിച്ച് കൂർമ്മം എന്നത് ഭൂമിയുമായുള്ള ബന്ധമാണ് കാണിക്കുന്നത്. പലപ്പോഴും പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത് കൂർമ്മ പലകമേലിരുന്നാണ് എന്ന് പറയുമ്പോൾ കൂർമ്മത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. കൂർമ്മത്തിന് മേൽ സ്ഥിതി ചെയ്യുന്ന ഈ വിളക്കിൻ്റെ മൂലാധാരമായ ഗണപതി സ്ഥിതി ചെയ്യുന്നു. കൂടാതെ ഈ ഗണപതിക്ക് പ്രത്യേക പൂജകളും വഴിപാടുകളുമൊക്കെ എല്ലാ ദിവസവും രാവിലെ ഇവിടെ നടക്കുന്നുമുണ്ട്. അഷ്ടദിക്പാലകന്മാരും നാഗങ്ങളും ഗജങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഈ ദീപസ്തംഭത്തിൽ ഉയർന്നു നിൽക്കുന്ന മൂലാധാര രൂപത്തിന് ചുവട്ടിലായി ഒരു വലിയ ആനയുടെ രൂപമുണ്ട്. ഇതിനു പുറകിലായി ആനയെ നിയന്ത്രിക്കുന്ന ഒരു യോദ്ധാവിൻ്റെ രൂപവുമുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിലെ എല്ലാ ശില്പങ്ങളിലും ഇങ്ങനെ ഒരു ആനയെയും ഒരു വാലിൽ പിടിച്ചു നിൽക്കുന്ന പടയാളികളെയും നമുക്ക് കാണാൻ സാധിക്കും. ആന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ബൃഹത്തായ ആ ഭാവത്തിനെയും വലിപ്പമേറിയ ആ ഭാവങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ദ്രനാണ് ആനപ്പുറത്തിരിക്കുന്ന ആ യോദ്ധാവ്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് മേൽ നിയന്ത്രണങ്ങൾ വന്ന ആ ശക്തി സ്വരൂപം എന്നാണ് കണക്കാക്കി പോകുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കാമക്രോധ മോഹാദികളെ നിയന്ത്രിക്കുക എന്നർത്ഥം വരുന്ന മോക്ഷത്തെ പ്രാപിക്കുക എന്നൊരു വലിയ സന്ദേശം നൽകുന്നതാണ് ഈ സഹസ്രാബ്ദമായ വിളക്കും അതിന് ഏറ്റവും മുകളിലായി നിലകൊള്ളുന്ന ആ താമരയും. ഇത് കാണാൻ സാധിക്കുക എന്നത് തന്നെ പുണ്യമാണ്. വൈകുന്നേരങ്ങളിൽ ഈ ദീപം തെളിയിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നും അന്ധകാരത്തെ അകറ്റി വെളിച്ചത്തിൻ്റെ തിരി തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും മൂകാംബികയിലെ ഈ ദീപസ്തംഭം സൂചിപ്പിക്കുന്നത് നമുക്കുണ്ടാകുന്ന ആ മോക്ഷപ്രാപ്തിയെ തന്നെയാണ്. സുവർണൻ എന്നു പേരായ ഗരുഡൻ തൻ്റെ മാതാവായ വിനീതയുടെ സങ്കടമോക്ഷാർത്ഥം ഈ നദീതീരത്ത് തപസ് ചെയ്യുകയും തപസ്സിനൊടുവിൽ ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ദേവിയോട് ഗരുഡൻ തൻ്റെ പേരിൽ ഈ നദി അറിയപ്പെടണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ നദിക്ക് സൗപർണിക എന്നു പേര് വരുവാൻ കാരണം. സൗപർണിക നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വർഷത്തിൽ 2 ഉത്സവങ്ങളാണ് നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ നവരാത്രി ദിനത്തിൽ ദുർഗാദേവിയുടെ 9 രൂപങ്ങളോട് കൂടിയ രൂപത്തിലാണ് ദേവിയെ കാണാൻ സാധിക്കുന്നത്. സൗപർണികയുടെ തീർത്ഥത്താൽ പുണ്യമായ ഈ കൊല്ലൂർ മൂകാംബികയിലെത്തുന്ന ഓരോ മലയാളിക്കും സുപരിചിതമായ ക്ഷേത്രവിശേഷങ്ങളിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. ശങ്കരാചാര്യർ തപസ് ചെയ്ത ചിത്രമൂല ഗുഹയും ദേവി രൗദ്രരൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ദേവിയുടെ മൂലസ്ഥാനമായ കുടജാദ്രിയിലേക്കാണ് അടുത്ത യാത്ര. ദുർഘടമായ വഴികൾ പിന്നിട്ട് കുടജാദ്രിയിൽ എത്തിച്ചേരുക എന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തുന്ന ഏതൊരാളുടെയും ആഗ്രഹങ്ങളിൽ ഒന്നാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് തന്നെ കുടജാദ്രിയിലേക്ക് പോകുവാനുള്ള ജീപ്പുകൾ കിട്ടും. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ജീപ്പുകൾ ഉണ്ടാവും. ഒരാൾക്ക് 470 രൂപയാണ് ജീപ്പ് യാത്രാ നിരക്ക്. ഫോറസ്റ്റ് എൻട്രി പാസും വാഹന പാസും ജീപ്പ് ചാർജും അടക്കമാണ് ഈ നിരക്ക്. മിനിമം 8 പേരുണ്ടെങ്കിൽ മാത്രമേ ജീപ്പ് പുറപ്പെടുകയുള്ളൂ. ഇതുകൂടാതെ നമുക്കൊരു ജീപ്പ് വിളിച്ച് യാത്ര ചെയ്യാനും സാധിക്കും. അതിന് 3600 രൂപയോളം വരും. 4 മുതൽ 5.5 മണിക്കൂർ സമയമാണ് ഓരോ യാത്രയും എടുക്കുന്നത്.
കൊല്ലൂർ ഷിമോഗ റൂട്ടിൽ 8 കിലോമീറ്റർ കഴിഞ്ഞാൽ വഴിയുടെ സ്വഭാവം പെട്ടെന്ന് തന്നെ മാറുകയാണ്. പിന്നീടുള്ള യാത്ര കാട്ടിലൂടെയാണ്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ യാത്ര കുത്തനെ ഇറക്കവും കയറ്റങ്ങളും വളവുകളും നിറഞ്ഞ വഴിയിലൂടെയാണ്. വഴി ഉണ്ട് എന്നൊരു തോന്നൽ ഉളവാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന വഴികളിലൂടെ എല്ലാം ആടി ഉലഞ്ഞ് നമ്മൾ ജീപ്പിനകം മുഴുവൻ കാണും. ജീപ്പിൻ്റെ മുൻപിലും പുറകിലും കനത്ത പൊടിപടലങ്ങൾ മാത്രം. വേനൽക്കാലമായതുകൊണ്ട് തന്നെ എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. സഞ്ചരിക്കുന്ന വഴികളിൽ മുഴുവൻ ദുർഘടമായ പാതയിലൂടെയാണ് യാത്ര. യാത്രയിലുടനീളം ആരും ദൈവത്തെ വിളിച്ചു പോകും. നിരവധി കയറ്റങ്ങളും ഇറക്കങ്ങളും പിന്നിട്ട് അവസാനം ദേവിയുടെ മൂലസ്ഥാനമായ കുടജാദ്രി കുന്നിൻ്റെ ചുവട്ടിൽ നാം എത്തി. ഇനിയുള്ള യാത്ര കാൽനടയായിട്ടാണ്. പഞ്ചമുഖി ഗണപതിയെ തൊഴുത് ഉരുളൻ കല്ലുകൾ നിറഞ്ഞ കാട്ടുചെടികൾ നിറഞ്ഞ മലകളിലൂടെ കയറ്റിറക്കങ്ങൾ കഴിഞ്ഞാൽ ആചാര്യൻ തപസ് ചെയ്ത ഇവിടെ എത്താം. ചിത്രമൂലയ്ക്കുള്ള വഴി അടച്ചിട്ടിരിക്കുകയാണ്. കുറച്ചുനേരം ആചാര്യ മണ്ഡപത്തിൽ വിശ്രമിച്ച് തിരികെ ഇറക്കം. ചെങ്കുത്തായ മലയ്ക്ക് മുകളിൽ ആളുകൾ നടന്നുണ്ടായ വഴികളിലൂടെ താഴേക്ക് നോക്കിയാൽ അഗാധമായ ഗർത്തമാണ്. ചുറ്റുപാടും എങ്ങും പച്ച മലകൾ മാത്രം. ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നാം ഇവിടെ എത്തണം. ശങ്കരൻ്റെ വേദാന്ത ചിന്തകളുടെ പൊരുളറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നാം ഇവിടെ എത്തിയാൽ നമ്മുടെ ജീവിതത്തിലെ അഹന്തകളും വലിപ്പച്ചെറുക്കങ്ങളും എല്ലാം ഉപേക്ഷിച്ച് നാം ഒരു സാധാരണ മനുഷ്യനായി മാറും എന്നുറക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. ഞാൻ ശ്യാം കൃഷ്ണൻ.